കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എണ്ണയല്ലേ, നാളെ ഉപയോഗിക്കാം. ഡ്രൈവർ അങ്ങോട്ട് എന്താ കണ്ണാ ഇത്? മണി 11 9:30 വന്നതാ ഞാൻ. നീ എവിടെ പോയിരുന്നു? വാസന്തി എഴുതിയിരുന്നു നിന്റെ കറക്കവും വികൃതിയൊക്കെ കൂടുതലാണെന്ന്. എന്താ എങ്ങനെ? വേഗം പുറപ്പെട്ടോളൂ. എനിക്ക് 2 മണിക്ക് മുമ്പ് അങ്ങ് എത്തണം. നിന്നെ കൂട്ടിയിട്ട് പോവാൻ മാത്രം വന്നതാ. നിന്റെ മാറ്റിവെച്ച പരീക്ഷ നാളെയും മറ്റന്നാളുവാ. വേഗം വന്നോളൂ. പെട്ടിയും പുസ്തകമൊക്കെ പാക്ക് ചെയ്ത് കാറിൽ വെച്ച് കഴിഞ്ഞു. പറഞ്ഞത് കേട്ടില്ലേ? വരിക. എന്താ അമ്മ ഇത്? ഇന്ന് സർപ്പന്തുള്ളല്ലേ? അമ്മ എന്ന് പറ, ഞാൻ വെളുപ്പിനെ പുറപ്പെട്ടോളാം. നീ ഒന്ന് വെറുതെ ഇരിക്കും കണ്ണ. എല്ലാവരെയും കൂട്ടിട്ട് പോകാനാ വന്നേ. വല്യമാനും അമ്മയും കാല് പിടിച്ചിട്ടാ എന്നെ രേണുക ഇവിടെ നിർത്തുന്നത്. എന്ത് കഷ്ടമായത്. സർപ്പന്തുള്ളൽ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേ കണ്ണ, ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുക അച്ഛൻ. ആ ദേ, എന്നെ കൊണ്ട് മേല, നിങ്ങൾ തമ്മിലായിരിക്കും. ചെല്ലു മോനെ, പരീക്ഷയുടെ കാര്യം ആയതുകൊണ്ടല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടന് 2 മണിക്ക് ചെന്നിട്ട് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതാ ബഹളം വെക്കുന്നത്. താമസിക്കണ അണ്ണ. എവിടെ എല്ലാരും? ആര്? പിള്ളേരൊക്കെ എല്ലാരും അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഞാൻ പോയി എന്റെ സാധനങ്ങൾ വല്ലതും മറന്നോ നോക്കട്ടെ. എന്താ അത്ര താമസം? ഒന്നുമില്ല. എന്നാ വരൂ. അവനെ പരീക്ഷ കഴിഞ്ഞ് വിട്ടേക്കണം. ഓ, ഞങ്ങൾ ഒരുമിച്ച് വരാം. വാസന്തിയും മോളെയും കൊണ്ടുപോകണമല്ലോ. ഉം. അമ്മാവൻ ആ വാ.